ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ നല്ലൊരു ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതെൻ്റെ ഉമ്മച്ചിയുടെ റെസിപ്പി ആട്ടോ. ചെറിയ മീനുകളൊക്കെ കിട്ടുമ്പോൾ ഉമ്മച്ചി ഈ ഒരു സ്റ്റൈലാണ് വെക്കുന്നത്. അത് കണ്ട് ഞാനും പഠിച്ചതാണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, നമുക്ക് നോക്കാം. അതിലോട്ട് ഒരു വലിയ തക്കാളി, അതുപോലെ ഒരു 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം സവോള, അത് ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയി. അതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് അത് പുളിവെള്ളം കൂടി വേണം നമുക്ക്. പിന്നെ നമ്മുടെ പൊടികളും അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികളായിട്ട് ഇത്രയും നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പുളിവെള്ളം കൂടി ഇട്ട് നന്നായി പേസ്റ്റാക്കി അരച്ച് വരാം. ഇത്ര ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പണി. ഇത് നന്നായി അരച്ചിക്കുക. എന്നിട്ട് നമ്മൾ എന്തിലാണോ ഇത് വെക്കുന്നത്, ഞാൻ ചട്ടിയിലാണ് സാധാരണ മീൻകറിക്ക് വെക്കുക. അപ്പോൾ ഞാൻ ചട്ടിയിലോട്ട് ഇത് മാറ്റുന്നുണ്ട്. നമുക്ക് ആ മിക്സിയുടെ ജാറും കൂടി കഴുകിയ വെള്ളം ഇതിലോട്ട് വേണം. അപ്പോൾ ഞാൻ അതും കൂടി കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ചാറ് എത്ര വേണോ അതിനനുസരിച്ച് വേണം നമുക്ക് ഈ ഒരു സ്റ്റേജിൽ വെള്ളം ഒഴിക്കാൻ. ഇത് ഇനി ഒന്ന് കറി ഒന്ന് വറ്റും. ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ മീനൊക്കെ ഇടുക. അപ്പം നമ്മൾ ഇത് നന്നായി തിള വരണം. നമ്മുടെ മസാലയുടെയും തക്കാളിയുടെ എല്ലാം പച്ചക്കുത്ത് മാറുന്ന രൂപത്തിൽ നന്നായി ഒന്ന് തിളച്ച് വന്ന് കണ്ടോ, നന്നായി തിള വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു സ്റ്റേജിലാണ് ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. ഒന്നുകൂടെ തിളയ്ക്കണം. എനിക്കൊന്നുകൂടെ കറി വറ്റണം. എനിക്കൊന്ന് കുറുകിയ ചാറാണ് എനിക്കിഷ്ടം. അപ്പം നമ്മൾ അതെ എൻ്റെ ഒരു സ്റ്റേജിലുള്ള വറ്റലായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഞാനിപ്പോൾ നല്ല മത്തിയാണ്, ചെറിയ മത്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മത്തി നന്നായി കഴുകി വൃത്തിയാക്കി അതും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് മത്തി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അധികം കറി കുറേ നേരം തിളപ്പിക്കാറില്ല. നമ്മൾ ചെറിയ മീനൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകുമല്ലോ. അപ്പോൾ നമ്മൾ മത്തി ഇട്ട് നന്നായി ഒന്ന് തിളച്ച് വന്നാൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യും. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ പണി ഇത്രയേ ഉള്ളൂ. പെട്ടെന്നായി എല്ലാം കൂടി ഒന്ന് അരയ്ക്കുക, തിള വരിക, മീനിടുക, ഇത്രയേ ഉള്ളൂ നമുക്ക്. ഇനി ഇതിലോട്ട് നമുക്ക് താളിച്ച് വയ്ക്കുന്നൊരു പണിയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്കൊക്കെ കൈക്കണക്കാണ് കേട്ടോ. എനിക്ക് ഈ ടീസ്പൂൺ കണക്കൊന്നും അത്ര പരിചയമില്ല. എന്നാലും ഞാൻ എൻ്റെ വിധത്തിൽ ഞാൻ പറയുന്നതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്തിട്ടുണ്ട്. കുഞ്ഞിതാക്കി അരിഞ്ഞിട്ടുള്ള കൊച്ചുള്ളി അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി ഒരു ബ്രൗണിഷ് കളർ വരെ ഒന്ന് ആയാൽ നമുക്ക് ഇതിലോട്ട് കറി ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ ഞാനിതിൽ കറി ലീഫ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പിഞ്ചും മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിഞ്ച് തന്നെ ഉള്ളൂ കേട്ടോ. അത് നമ്മളെ കറിക്കൊരു നല്ല കളറും ഒരു ടേസ്റ്റുമാണ് അങ്ങനെ ഇട്ടാൽ. ഇത് നമ്മൾ നമ്മുടെ ഫിഷ് കറിയിലോട്ട് ആഡ് ചെയ്യും. എന്നിട്ട് ഞാനിത് ഒരു ലിഡ് വെച്ചിട്ട് ഞാൻ കവർ ചെയ്ത് വെക്കും. ഇപ്പം തന്നെ ഞാനിത് മിക്സ് ചെയ്യില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിതെല്ലാം മിക്സ് ചെയ്താൽ നമ്മുടെ അടിപൊളി ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എന്തുമാത്രം ചാറ് കുറുകിയിട്ടുണ്ടെന്ന്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ അടിപൊളി മീൻ കറിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫിഷ് കറിയും പച്ചക്കറിയും മീൻ പൊരിച്ചതെല്ലാം കൂട്ടി ഞാൻ ചോറ് കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ.